നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആദ്യം ബോധിപ്പിക്കേണ്ടത് അമ്മാവനെയാണ്. അമ്മാവനെ ബോധിപ്പിച്ചാലല്ലേ എന്തെങ്കിലും തീരുമാനം രാജുവിന്റെ ഋതികയുടെ കാര്യത്തിൽ ഉണ്ടാവും. അമ്മാവൻ പറയുന്ന വാക്കല്ലേ അവസാന വാക്ക്. യെസ്, അതാണ് പോയിന്റ്. പ്രതാപൻ പറയുന്നതും തീരുമാനിക്കുന്നതുമാണ് എല്ലാവർക്കും വേദവാക്യം. കാരണം പ്രതാപനാണ് ഈ വീടിന്റെ ഗൃഹനാഥൻ, നാടിന്റെ കണ്ണിലുണ്ണിയായ മിനിസ്റ്റർ. ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാലേ കേരളത്തിന്റെ CM. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? അധികാരം, പവർ, അത് നിന്റെ കയ്യിലേക്ക് വന്ന പിന്നെ നീ പറയുന്നതാവും ഈ കുടുംബത്തിൽ അവസാന വാക്ക്. പ്രതാപന് പോലും. അതിന് പ്രതാപന്റെ സ്ഥാനത്തേക്ക് നീ വരണം. അമ്മ എന്താ ഈ പറയുന്നേ? എനിക്ക് ആകെ ഉള്ളത് അമ്മാവന്റെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫണ്ട് എങ്ങോ എടുത്തൊരു മെമ്പർഷിപ്പാ. ഒരു പ്രവൃത്തി പരിചയമില്ലാതെ ഞാൻ എങ്ങനെയാ ചുരുങ്ങിയ കാലം കൊണ്ട് അമ്മാവന്റെ സ്ഥാനത്ത് വരുന്നേ? ഒന്ന് സമാധാനമായി ആലോചിച്ചാൽ അമ്മയുടെ തലയിൽ തെളിയാത്ത ബുദ്ധിയുണ്ടോ മോനെ? അപ്പൊ അമ്മയെല്ലാം തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണല്ലേ? അതെ, നിനക്ക് രാഷ്ട്രീയത്തിൽ നല്ലൊരു ഭാവിയുണ്ടെന്ന് പണ്ടേ ഒരു കൈനോട്ടക്കാരൻ പറഞ്ഞതാ. അന്നേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചതാ. ഇപ്പോഴാ അതിനെ പറ്റി സമയമായത്. രമ്യ. ഹലോ രമ്യേ. അംബിക മാഡം, ഞാൻ എന്താ ചെയ്യണ്ടേ? ഇവിടെ എല്ലാം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഋതികയുടെ ഒപ്പം നിൽക്കാനേ ഇപ്പൊ ഒരാള് കൂടിയുണ്ട്, പ്രിയ ചേച്ചി. അവൾ ഒരാളെയോ 50 പേരെയോ കൂടെ ചേർക്കട്ടെ, പക്ഷേ അവർക്കെതിരെ നിൽക്കുന്നതേ അംബികയാ. അംബിക. മാഡം, അത് മാത്രമല്ല, എന്റെ മുഖത്ത് നോക്കി അവള് പറഞ്ഞു അവള് രാജുവിന്റെ ഭാര്യയായി എന്നും രാജുവിന്റെ വീട്ടില് രാജുവിന്റെ കൂടെ ഉണ്ടാവുമെന്ന്. എനിക്ക് അവളെ എത്രയും പെട്ടെന്ന് അവിടുന്ന് കെട്ടിക്കണം. എന്തെങ്കിലും ഉടനെ ചെയ്യണം മാഡം. രമ്യ, ഞാൻ നിന്നോട് അങ്ങോട്ട് വിളിച്ച് ഇതേ കാര്യം പറയണമെന്ന് ആലോചിച്ചതാ. നിന്റെ പ്രശ്നങ്ങളും എന്റെ പ്രശ്നങ്ങളും എല്ലാം ഉടനെ സോൾവ് ആവാൻ എന്റെ കയ്യിലൊരു പ്ലാനുണ്ട്. എന്താ പ്ലാൻ? വേഗം പറയ്. പ്രതാപനെ നാളെ നിങ്ങളുടെ കോളനിയുടെ അടുത്തുള്ള ജംഗ്ഷനിൽ അവന്റെ പാർട്ടിയിലെ പ്രായം ചെന്നൊരു പ്രവർത്തകനെ സന്ദർശിക്കാൻ വരുന്നുണ്ട്. അയാൾക്കും അയാളുടെ കുടുംബത്തിനും എന്തോ സഹായം നൽകാനാ. അവിടെ വെച്ച് ഋതിക കാരണം പ്രതാപന് അപമാനം ഉണ്ടാവണം. അല്ല, ഋതിക കാരണം വർമ്മ സാറിന് അപമാനം ഉണ്ടായ നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങനെ തീരുമെന്നാ അംബികമ്മയുടെ ഉദ്ദേശിക്കുന്നേ? നീയേ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.